ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അയാ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ ഒരു കെട്ടിളം സ്ഥലത്തേക്കാണ്. ഒരു മാജിക്കൽ യൂണിവേഴ്സ് എന്നൊക്കെ പറയില്ലേ, മാജിക്കൽ പ്ലേസ് എന്നൊക്കെ, അതുപോലത്തെ ഒരു സ്ഥലമാണിത്. ഈ ഒരു സ്ഥലത്ത് എത്തിയ പാടിന് നമുക്കൊരു പാസ്പോർട്ട് പോലത്തെ സംഭവം തരുക ചെയ്യുക. അതിനുള്ളിൽ ഈ ഒരു സ്ഥലത്തിനെ പറ്റിയുള്ള സകല ഡീറ്റെയിൽസും ഉണ്ട്. ഈ ഒരു സ്ഥലത്തിന് ഒരു 14 സോൺസ് ആയിട്ട് വേർതിരിച്ചിട്ടാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും മൊത്തത്തിൽ നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. സത്യം പറഞ്ഞാൽ ഇവിടെ പോവുകയാണെങ്കിൽ ഈ ഒരു പാസ്പോർട്ടിൽ നോക്കിയിട്ട് ആ മാപ്പ് നോക്കിയിട്ട് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഇത് നോക്കിയിട്ടുണ്ടായില്ല ഫസ്റ്റ്, എന്നിട്ട് അവസാനം വെറുതെ ഒന്ന് നോക്കിയതാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ഒരു സോണിനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു സ്ഥലം നമ്മൾ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായില്ല. കാരണം ഒരു പസിൽ, ഒരു മേസിൻ്റെ ഉള്ളിൽ എത്തിയ പോലെയാണ്. ലെഫ്റ്റിലും റൈറ്റിലും സ്ട്രെയിറ്റിലും എല്ലാം വഴികളുണ്ടാകും. അപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആകും നമ്മൾ. ഇതിനകത്ത് എത്തിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മ വേറെ ഒരു സ്ഥലത്ത് എത്തിയ പോലെ തന്നെയാണ്. നമ്മൾ ആലിസ് ഇൻ വണ്ടർലാൻഡിലൊക്കെ കണ്ടിട്ടില്ലേ, വേറെ തന്നെ ഒരു വണ്ടർലാൻഡിൽ എത്തിയ പോലെ ആ ഒരു ഫീലിംഗ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പലതരം ലേസർ ലൈറ്റ്സൊക്കെ വെച്ചിട്ട് ഓരോരോ ആർട്ട് ഫോമും ക്രിയേറ്റ് ചെയ്തിട്ടാണുള്ളത്. എനിക്ക് തോന്നുന്നില്ല ദുബായിലെ വേറെ ഏതെങ്കിലും ഒരു പ്ലേസ് ഇതുപോലെ ഉണ്ടാകുന്നു. അത്രയും അടിപൊളി സ്ഥലമാണ്. പിന്നെ എൻട്രി ഫീയിലേക്ക് വരുന്നതാണെങ്കിൽ ഒരാൾക്ക് 135 ദിറമാണ് വരുന്നത്. പിന്നെ ഓരോരോ ഓഫേഴ്സ് നടക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ തന്നെ ആ 135 എന്നുള്ള സ്ഥലത്ത് 115 ദിറമാണ് ഒരാൾക്ക് വരുന്നത്. പിന്നെ ചിലപ്പോഴേ 99 ദിറത്തിനൊക്കെ ഓഫർ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് കുബോൺ അല്ലെങ്കിൽ ഗ്രൂപ്പോൺ അങ്ങനത്തെ വല്ല ഓൺലൈൻ വൗച്ചേഴ്സൊക്കെ കിട്ടുന്നത് ഓരോ ആപ്പിൽ നോക്കുന്നതായിരിക്കും ബെറ്റർ. ഈ ഒരു സ്ഥലത്തെ ആ ഒരു വിഷ്വൽ ട്രീറ്റ് എന്നൊക്കെ പറയാം, ആ ഒരു ഭംഗി നമ്മൾ നേരിട്ട് തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. വീഡിയോയിലൂടെയോ പറഞ്ഞറിയിക്കാനും പോലും പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്കത്. നമ്മൾ ഈ ഒരു ആയാ യൂണിവേഴ്സിൽ എൻട്രി ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഉണ്ടായ സ്ഥലം ദ സോഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അത് ഫസ്റ്റ് സോണാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സോണിലേക്ക് നമ്മൾ പോയത് ഹാർമോണിക്ക എന്ന് പറഞ്ഞൊരു സോണിലേക്കാണ്. അത് ഓരോന്നിൻ്റെയും പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നത്. ഇവർ തന്ന ആ പാസ്പോർട്ടിൽ ഓരോരോ സ്റ്റാമ്പ്സ് പോലെ ഉണ്ടാവും. ഓരോ സോൺസും ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലം നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോഴും ആ സ്റ്റാമ്പ് പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാകും ഏതൊക്കെ സോൺസാണ് നമ്മൾ വിസിറ്റ് ചെയ്തതെന്ന്. ഇപ്പം നമ്മൾ കാണുന്ന ദി റിവർ എന്ന് പറഞ്ഞ ഒരു സോണാണ്. ഇത് കഴിഞ്ഞിട്ട് പൂൾ എന്ന് പറഞ്ഞൊരു സോണാണ് വരുന്നത്. ഇതുപോലെ പല പല സോൺസ് ആയിട്ട് വേർതിരിച്ചിട്ടാണുള്ളത്. ചെറിയ ചെറിയ സെക്ഷൻസ് ആണ്, പക്ഷേങ്കിൽ അതിന് ഇവർ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഓരോരോ പേരും കൊടുത്തിട്ട്. അപ്പം നെക്സ്റ്റ് വരുന്നത് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞ വേറെ ഒരു സോണാണ്. ഇവിടെ ഫുൾ ഇരുട്ടാണ്, നമുക്ക് അങ്ങനെ മനസ്സിലാവില്ല വീഡിയോയിലൂടെ. ഈ കാണുന്നത് പോലെയാണ് അവിടുത്തെ ശരിക്കുള്ള വ്യൂ. അതായത് നമുക്ക് അവിടെ ഒന്ന് കിടക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് മേലെ ഒരു സ്ക്രീൻ പോലെയുണ്ട്, അതിൽ നോക്കി അങ്ങ് നമുക്ക് കിടക്കാം. മാത്രമല്ല അത് സ്ലൈഡ് പോലത്തെ സംഭവമാണ്. കുട്ടികൾക്കൊക്കെ അവിടെ നിന്ന് ഊരി കളിക്കാനും പറ്റും. അടുത്ത സോൺ ലൂണ എന്ന് പറഞ്ഞതാണ്. ഇവിടെ ഫുൾ ലൈറ്റിൻ്റെ കളിയാണ് എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ തന്നെ. പക്ഷേങ്കിൽ ഇതൊരു കിട്ടില്ലെന്നൊരു ഏരിയ ആണ്. ചെറിയ ഏരിയ ആണെങ്കിലും മൊത്തം ഒരു 360 ഡിഗ്രി ആയിട്ട് തന്നെ നമുക്ക് മൊത്തം ലൈറ്റിനെ വെച്ചിട്ട് മിററൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അടിപൊളി സംഭവമാണ്. പിന്നെ വരുന്ന നെക്സ്റ്റ് സോൺ എന്ന് പറഞ്ഞാൽ ഇതുപോലെ വലിയ രീതിയിൽ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ടാകും. അതിൽ ഓരോരോ ബാക്ക്ഗ്രൗണ്ട് ആനിമേഷൻസ് ഒക്കെ അതിൽ കാണിക്കും. നമ്മൾക്ക് ശരിക്കും ഇരുന്ന് ആസ്വദിക്കാൻ വേണ്ടി അവിടെ കുറച്ച് ബെഞ്ചസും ഇട്ടിട്ടുണ്ട്. ഇത് നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. അടുത്തത് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സോണാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും അതെ. ഇതുപോലെ ഒരു ബോൾ പിറ്റാണ്. ഇവിടെ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ഷൂസ് സൈഡിൽ വെക്കേണ്ടി വരും. പിന്നെ സോക്സ് അവർ തന്നെ അവിടെ നിന്ന് തരും. ഇൻ കേസ് നമ്മൾ സോക്സ് ഇട്ടിട്ട് വന്നതാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഫുൾ ബോൾസ് ആണ്. അതായത് നല്ല ഒരാളുടെ ഹൈറ്റിലോളം തന്നെയുണ്ട് ഈ ബോൾസ് ഇട്ടിട്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് മാക്സിമം എത്ര ടൈം ആണെങ്കിലും നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് കളിക്കാനും എൻജോയ് ചെയ്യാനും എല്ലാം പറ്റും. സെലസ്റ്റ എന്നാണ് ഈ ഒരു സോണിന് അവർ പേര് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുന്ന അധികം ആൾക്കാരും മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സോണിൽ തന്നെയാണ്.
അങ്ങനെ കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത സെക്ഷനായ ദ ഫോൾസിലേക്കാണ് പോയത്. പേര് പോലെ തന്നെ വെള്ളം ഇങ്ങനെ താഴേക്ക് വരുന്നത് പോലെയാണ്. ഇതും അടിപൊളി സംഭവമാണ്. അതിനകത്തേക്ക് കയറുന്നതാണെങ്കിൽ ചെറുതായിട്ട് നമ്മൾ നനയും, പക്ഷേ അകത്ത് നിന്ന് കഴിഞ്ഞാൽ നനയത്തില്ല, കാരണം നമ്മളെ ചുറ്റും മാത്രമേ വെള്ളം വരുള്ളൂ. ഇതും സൂപ്പറാണ്. അതായത് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ പോകുന്നത് നെക്സ്റ്റ് സോണായ ഔട്ട്ലാൻഡിലേക്കാണ്. ഇത് വലിയൊരു ഏരിയ ആണ്. അതായത് ഫുൾ ലൈറ്റ്സും ബീംസും ഒക്കെ വെച്ചിട്ടാണ്. അത് നമുക്ക് ഇങ്ങനെ നടന്നു പോകാം, മാത്രമല്ല മിററായിട്ടും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒരാളുടെ തന്നെ 3-4 ആൾക്കാരായിട്ടൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇത് സൂപ്പർ സംഭവമാണ്. യുവകുട്ടിയെ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മുന്നിൽ നിന്നിട്ട് ഫുൾ ഡാൻസ് പോലെയല്ലായിരുന്നു. അപ്പോൾ ഇതായിരുന്നു അയാ യൂണിവേഴ്സിലെ കാഴ്ചകൾ. സൂപ്പർ പ്ലേസാണ്, എല്ലാവരും പോയി നോക്കണം. ഓഫേഴ്സൊക്കെ കിട്ടുമ്പോൾ എന്തായാലും എൻജോയ് ചെയ്യുന്നതെന്നറിയാം. കുട്ടികളാണെങ്കിലും എന്തായാലും തീർച്ചയായും ഇഷ്ടപ്പെടും ഈ ഒരു സ്ഥലം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കണം ഈ ഒരു സ്ഥലം. അപ്പം വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു സ്ഥലവുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.